Hello guys, welcome to our session. So, ഇന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. കെമിസ്ട്രിയിലെ ക്ലാസ് 10ൻ്റെ ICC സിലബസിലെ ചാപ്റ്ററാണ്. നമുക്ക് തുടങ്ങാം. മലയാളത്തിലെ എക്സ്പ്ലനേഷനാണ്. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ആസിഡ്സ് ബേസസ് ആൻഡ് സോൾട്ട്, ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ആസിഡ്സിനെ പറ്റിയാണ്. സോ എന്താണ് ആസിഡ്സ്? നമ്മളിപ്പോൾ ഒരു വെള്ളം എടുക്കുക, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇപ്പോൾ ആസിഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് H+ അയോൺസിനെ കിട്ടും. H+ അയോൺസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, so these are acids. Acids are substances that produce H+ ions when dissolved in water. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ H+ അയോണിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമ്മളതിനെ വിളിക്കുന്നവരാണ് ആസിഡ്സ്. ആൻഡ് വാട്ട് ആർ ബേസസ്? ബേസസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വേറൊരു സാധനം, ഇപ്പോൾ ഒരു ബേസ് എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിൽ തളിച്ച് കഴിഞ്ഞാൽ OH- അയോൺസ് കിട്ടും. അങ്ങനെ വെള്ളത്തിൽ ബേസസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് when dissolved in water produce OH- ions or hydroxyl ions. OH- ionsനെ വിളിക്കുന്ന വേറൊരു പേരാണ് hydroxyl ions. OH- ions are also called hydroxyl ions. Okay, so acids produce H+ ions when dissolved in water. Bases produce OH- ions when dissolved in water. Okay, and there are some substances that are called amphoteric substances. These amphoteric substances, they behave as both acids and bases. അതായത് അവർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് H+ ions കിട്ടും, ചില സന്ദർഭങ്ങളിൽ നമുക്ക് OH- ions കിട്ടും. അപ്പോൾ നമുക്കതിനെ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളതിനെ ആംഫോറ്ററിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോൾട്ടിന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നമുക്ക് ആസിഡും ബേസും കിട്ടും. അത് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിലൂടെയാണ് പറയുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ആസിഡ്സ്. Acids are classified into many types on basis of many kinds, and the first is on the basis of its source. ആദ്യം ആസിഡ്സിനെ തരംതിരിക്കുന്നത് അത് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, അതായത് നമ്മുടെ പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണെങ്കിൽ, നേച്ചറിൽ നിന്ന് എല്ലാം നമുക്ക് നേച്ചറിൽ നിന്നാണല്ലോ കിട്ടുന്നത്. സോ പ്ലാന്റ്സിൽ നിന്ന് ആനിമൽസ്, അതായത് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ ഓർഗാനിക് ആസിഡ്സ് എന്ന് വിളിക്കുന്നു. അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, അവരെയാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. ഇനി ഇൻഓർഗാനിക്, അതായത് നോൺ ലിവിങ് തിങ്സ്, മിനറൽസിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളെ കിട്ടുന്ന ആസിഡ്സിനെ നമ്മൾ ഇൻഓർഗാനിക് ആസിഡ്സ് എന്ന് വിളിക്കും. സോ ഓർഗാനിക് ആസിഡ്സ് ആൻഡ് ഇൻഓർഗാനിക് ആസിഡ്സ്. ഓർഗാനിക് ആസിഡ്സിൻ്റെ പല എക്സാമ്പിൾ നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ലെമണിലൊക്കെയുള്ള സിട്രസ് ആസിഡ്, ഇത് ഫോമിക് ആസിഡാണ്. നമ്മുടെ ഉറുമ്പുകളിലൊക്കെ ഉള്ള ആസിഡാണ് ഫോർമിക് ആസിഡ്. പിന്നെ ഇനോർഗാനിക് ആസിഡ്സ് മിനറൽസിൽ നിന്നും ഒക്കെ കിട്ടുന്ന ആസിഡ്സ് ആണ്. സോ ഇതിൻ്റെ എക്സാമ്പിളാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സൾഫ്യൂരിക് ആസിഡ് എങ്ങാനും കൈവണമെങ്കിൽ ആസിഡ് ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കേസുകളൊക്കെ വരത്തില്ലേ? അതൊക്കെ ഈ സൾഫ്യൂരിക് ആസിഡാണ്. അതാണ് നമ്മുടെ മുഖത്തൊഴിക്കുന്നത്. മുഖത്തൊഴിച്ച് കഴിഞ്ഞാൽ അതാണ് ഇങ്ങനെ മുഖത്ത് പലരും ഒഴിക്കുന്നത്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ പൊള്ളിപ്പോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് ഈ സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. ഈ ഓർഗാനിക് ആസിഡിൻ്റെ പ്രത്യേകത, അവർ വീക്ക് ആസിഡ്സ് ആണ്. അതായത് അവർക്ക് അത്ര ശക്തിയൊന്നും ഇല്ല. വീക്ക് ആസിഡ്സ്, സ്ട്രോങ് ആസിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വീക്ക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആസിഡ്സിനെ വെള്ളത്തിലിട്ട് കലക്കിയ H+ ions കിട്ടും. ഇപ്പോൾ നമ്മളൊരു ആസിഡിനെ വെള്ളത്തിലിട്ട് കലക്കുമ്പോൾ ആ ആസിഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് H+ ion ആയെന്ന് വെച്ചോ, അതിന് നമ്മൾ സ്ട്രോങ് ആസിഡ് എന്ന് വിളിക്കും. അതായത് കംപ്ലീറ്റ് ഡിസോസിയേഷൻ, സ്ട്രോങ് ആസിഡ്. ഇനിയിപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഡിസോസിയേറ്റ് ആയതിൻ്റെ അർത്ഥം അത് മീൻസ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തെന്നൊക്കെ പറയാം. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ പിന്നെയും പറയും. ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത്താണ്. അത് ആ ആസിഡ്സിനെ വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ മുഴുവനായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് ഫുൾ H+ ion ആക്കി മാറ്റും. പിന്നെ ആസിഡ് എന്ന കോമ്പൗണ്ട് കാണത്തില്ല, പകരം അവിടെ H+ ions ആയിരിക്കും കാണുന്നത്. അതേസമയം വീക്ക് ആസിഡ് വെള്ളത്തിലിട്ട് കലക്കി കഴിഞ്ഞാൽ ആസിഡിൻ്റെ കോമ്പൗണ്ട് ബാക്കി ഉണ്ടായിരിക്കും. അത് മുഴുവൻ H+ ion ആയി മാറത്തില്ല, ആസിഡ് ബാക്കി ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഓർഗാനിക് ആസിഡ്സ് വീക്കായിരിക്കും. നമ്മുടെ സിട്രിക് ആസിഡൊക്കെ നമുക്ക് കഴിക്കാവുന്ന സാധനം, അത് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ബോഡിയിൽ അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാവുന്ന സാധനങ്ങളാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എസെൻഷ്യൽ ഫോർ അവർ ബോഡി. ദേ ആർ വീക്ക് ആസിഡ്സ്. ഇനോർഗാനിക് ആസിഡ്സ് മെയിനായിട്ട് കണ്ടിരിക്കുന്നത് അതെല്ലാം ഭയങ്കര സ്ട്രോങ് ആസിഡ്സ് ആണ്. അത് നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ ആണ്. നൈട്രിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. ദീസ് ആർ ഓൾ ഇനോർഗാനിക് ആസിഡ്സ്. ദേ ആർ ഫൗണ്ട് ഫ്രം ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് മിനറൽസ് ആൻഡ് എക്സെട്ര. ദെൻ നെക്സ്റ്റ്
ആസിഡ്സിനെ വേറൊരു ക്ലാസിഫിക്കേഷനായിട്ടാണ് മോണോബേസിക്, ഡൈബേസിക്, ട്രൈബേസിക്. ഓക്കെ, ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ബേസിസിറ്റി. ആസിഡ്സിന് ബേസിസിറ്റിയും ബേസസിന് അസിഡിറ്റിയും ഉണ്ട്. ബേസിൻ്റെ കാര്യം നമുക്ക് അപ്പം പറയാം, ആസിഡിൻ്റെ കാര്യം പറയാം. ആസിഡ്സിന് എന്താ ഉള്ളത്? ബേസിസിറ്റി. ഓക്കെ, ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. നമ്മൾ ആസിഡിൻ്റെ വെള്ളത്തിൽ കളിക്കുമ്പോൾ H+ അയോൺസ് കിട്ടും. എത്ര H+ അയോൺസിനെ എടുക്കാൻ പറ്റി, അതാണ് നമ്മുടെ ബേസിസിറ്റി. ഓക്കെ, ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെഴുതണം. ഇതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. വെൻ ആസിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ വി വിൽ ഗെറ്റ് H+ അയോൺസ് ആൻഡ് ദ നമ്പർ ഓഫ് H+ അയോൺസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇസ് കോൾഡ് ഇറ്റ്സ് ബേസിസിറ്റി. എത്ര H+ അയോൺസിന് ആസിഡിൻ്റെ വെള്ളത്തിൽ കലക്കിയപ്പോൾ കിട്ടി, അത്രേ ഉള്ളൂ. അതാണ് ബേസിസിറ്റി. അങ്ങനെ അത് ബേസ് ചെയ്തിട്ട് മോണോബേസിക്, ഡൈബേസിക്, ട്രൈബേസിക് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മോണോബേസിക് എന്ന് പറഞ്ഞാൽ വാട്ട്സ് ദാറ്റ്? ആസിഡിനെ വെള്ളത്തിൽ കലക്കിയപ്പോൾ ഒരു H+ അയണിനെ കിട്ടിയുള്ളൂ, മോണോബേസിക് ആസിഡ്. ഫോർ എക്സാമ്പിൾ HCl വെള്ളത്തിൽ കലക്കിയെന്ന് വെച്ചോ, ഇത് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, ഇതിവിടെ ഡിസോസിയേഷൻ്റെ അർത്ഥം മനസ്സിലാവണം. ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം Cl- ആയി മാറും. ഈ HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഈ H2 എന്ത് ചെയ്യും? വാട്ടറായി തന്നെ കിടക്കും. ആക്ച്വലി ഈ വാട്ടർ ഈ H+ൻ്റെ കൂടെ ചേർന്നിട്ട് നമുക്ക് H3O+ കിട്ടും. ഇതിന് നമ്മൾ ഹൈഡ്രോണിയം അയോൺ എന്ന് കിട്ടും. ഹൈഡ്രോണിയം അയോൺ എന്നാണ് പറയുന്നത്. സോ നമ്മൾ പറയുകയാണ് ആസിഡിനെ വെള്ളത്തിലിട്ട് കലക്കുമ്പോൾ H+ അയോൺ കിട്ടുന്നു എന്ന് പറഞ്ഞാലും ഹൈഡ്രോണിയം അയോൺ കിട്ടുന്നു എന്ന് പറഞ്ഞാലും രണ്ട് സെയിം ആണ്. കാരണം H+ അയോണ് സിംഗുലറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഭയങ്കര അൺസ്റ്റേബിളാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? H2O ആയിട്ട് ചേർന്നിട്ട് വാട്ടറുമായിട്ട്, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടറുമായിട്ട് ചേർന്നിട്ട് ഹൈഡ്രോണിയം അയണായി മാറും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആസിഡിൻ്റെ കേസിൽ H+ പറഞ്ഞാലും ഹൈഡ്രോണിയം അയൺ പറഞ്ഞാലും രണ്ട് സെയിമാണ്. അപ്പോൾ ടെക്സ്റ്റിലൊക്കെ മെയിൻലി ഹൈഡ്രോണിയം അയണാണ് കാണുന്നതെന്ന് നമുക്ക് അറിയാമല്ലോ. സോ ഹൈഡ്രോണിയം അയൺ ആയാലും H+ ആയാലും എന്ത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പം ഇത് സ്റ്റേബിൾ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനെ ഹൈഡ്രോണിയം എഴുതണമല്ലോ. ദെൻ ഓക്കെ, സോ വാട്ട് വി ആർ റൈറ്റിംഗ്? മോണോബേസിക്. ഇതുണ്ടോ, HCl ഒരു H+ കിട്ടുന്നുള്ളൂ. സോ ദാറ്റ്സ് മോണോബേസിക്. ഡൈബേസിക് മീൻസ് രണ്ട് H+ ആണ് കിട്ടും. ഇവിടെ രണ്ട് H+ കിട്ടും. ട്രൈബേസിക് 3 H+ൻ്റെ 3 കിട്ടും. ഓക്കെ, എപ്പോഴും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സെപ്ഷൻസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് എന്താണ് ഓർത്ത് വെച്ചേക്കണം. മോണോബേസിക്കിൻ്റെ ഒരു എക്സാമ്പിൾ, ഡൈബേസിക്കിൻ്റെ ഒരു എക്സാമ്പിൾ, ട്രൈബേസിക്കിൻ്റെ ഒരു എക്സാമ്പിൾ. അതാണ് H3PO4 ആണ്. H3PO4. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ്. ഇനി ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ്. നിങ്ങൾ തന്നെ പറയും ആസിഡ് പ്രോപ്പർട്ടീസ് എന്താ? ലെമണിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ? സുവറായിരിക്കും, പുളിയായിരിക്കും. പിന്നെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും. നമ്മൾ കൊച്ചു ക്ലാസ് കുട്ടിയെ പഠിച്ചോട്ടിരിക്കുക. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കും. എന്താ? ആസിഡ്. ബേസ് എന്താക്കുക? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കും. ദെൻ ഫിനോൾഫ്തലീൻ റിമെയിൻസ് കളർലെസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മീഥൈൽ ഓറഞ്ച് നമുക്ക് വേറൊരു ഇൻഡിക്കേറ്റർ ആണ്. പക്ഷേ മീഥൈൽ ഓറഞ്ച് അധികം ചോദിക്കാറില്ല, ഫിനോൾഫ്തലീൻ ആണ് ചോദിക്കാറുള്ളത്. ഫിനോൾഫ്തലീൻ ആസിഡിലിട്ടാൽ ഫിനോൾഫ്തലീൻ കളർലെസ് ആയിരിക്കും. ഓക്കെ, ആസിഡിലിട്ടാൽ ഫിനോൾഫ്തലീൻ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഫിനോൾഫ്തലീൻ ഒരു കളർലെസ് സാധനമാണ്. ഇതിന് നമ്മൾ ഫിനോൾഫ്തലീനിലേക്ക് ആസിഡ് ഇട്ടാൽ എന്ത് സംഭവിക്കും? അതിന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഓക്കെ, ആസിഡിലേക്കാണ് ഫിനോൾഫ്തലീൻ ഇടുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആസിഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ ആസിഡ്സിൽ നമ്മൾ H+ അയോൺ അല്ലെങ്കിൽ H3O+ അയോണുമായിട്ട് ബന്ധമുള്ളതാണെന്ന് പറഞ്ഞത്. ആസിഡ്സിൽ പഠിക്കുന്നത് നമ്മൾ ബേസിസിറ്റിയാണ്. ആസിഡ്സിന് ബേസിസിറ്റിയാണ്. ആൻഡ് ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദ നമ്പർ ഓഫ് H+ അയോൺസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആൻ ആസിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. എത്ര H+ അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് ബേസിസിറ്റി. Okay, so hope you understood this introductory session of acids. Let's go to bases.